ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ദേവും ശ്രീകാന്തും പൂ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് സൈക്കിള് കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് സ്കൂട്ടറിൽ പോയിട്ടാണുള്ളത്. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നീ എപ്പോൾ കോളേജിൽ പോകുന്നേ? അതൊക്കെ പോവും, സമയം കിടക്കല്ലേ. പിന്നെ നീ ഇപ്പോൾ ആ പെണ്ണിനോട് സംസാരിക്കാറൊന്നുമില്ലേ? സംസാരിക്കാറുണ്ട്. നീ അവളോട് ലവ് തുറന്നു പറഞ്ഞോ? നീ പറഞ്ഞില്ലേ? നീ ചുമ്മാതിരി. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. നിനക്ക് പറയാൻ പേടിയുണ്ടെങ്കിൽ ഞാൻ പറയണം അവളോട്? നീ ആരോടും പറയണ്ട. പിന്നെ ഈ കാര്യം മറ്റാരോടും പറഞ്ഞേക്കരുത് കേട്ടോ. നീ ഏട്ടത്തിയോട് ഈ കാര്യം പറഞ്ഞോ? ഏയ് ഇല്ല. എന്താ, പറയണോ? അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ഏട്ടത്തി അറിഞ്ഞാൽ സച്ചേട്ടനോട് പറയും. പിന്നെ സച്ചേട്ടൻ അറിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കും. എന്തിന്? ദേവ് ചോദിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ ഇതറിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് നീ മിണ്ടാതിരുന്നാൽ മതി, ആരോടും പറയണ്ടാന്ന്. വാ പോവാം. അപ്പോൾ ദേവ് ചോദിക്കാണ്, അപ്പോൾ നീ എപ്പോഴാണ് അവളോട് നിൻ്റെ പ്രണയം തുറന്ന് പറയുന്നത്? പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞോളാം, അത് കഴിഞ്ഞ് നിന്നോട് പറയാം. എന്നോടും ലവ് ഉണ്ടോ? അല്ല, അവളോട് പറഞ്ഞതിന് ശേഷം എന്നോട് പറയാമെന്ന് പറഞ്ഞു. അവളോട് ലവ് തുറന്ന് പറഞ്ഞ കാര്യം നിന്നോട് പറയാമെന്നാണ് പറഞ്ഞത്. ഞാൻ ചുമ്മാ ചോദിച്ചതാ. വാ, വഴി പറ. എന്നിട്ട് വണ്ടി കയറിയിട്ട് വഴി പറഞ്ഞ. എന്നാ ബൈക്ക് തിരിച്ച് നേരെ വിട്ടോ. എവിടെ നിർത്തണം എന്ന് ഞാൻ പറഞ്ഞുതരാം. കയറട്ടെ? കയറി വാ, കയറിക്കോ. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നത് കണ്ടത് ബാമയാണ്. അപ്പം ബാമ പറയാണ്, ഇത് തന്നെയാണ് പണികളും, വേറെ പണിയൊന്നുമില്ലേ? അയ്യോ, ഇപ്പം കണ്ടത് രേവതിയുടെ അനിയത്തിയല്ലേ ദേവു? ചന്ദ്ര പേടിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണല്ലോ. അവളോട് വിളിച്ച് പറയാം. അമ്മ പിന്നെ ഒന്നും നോക്കിയില്ല, ചന്ദ്രയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇവളെന്താ ഫോൺ എടുക്കാത്തത്? ഒടുവിൽ കട്ടാകാൻ നേരം ബാമ ചന്ദ്ര വന്ന് ഫോൺ എടുത്തു. പറയൂ ബാമേ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്? ഈ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയോ? വീട്ടിൽ നടക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, വീട്ടിന് പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നീ അറിയുന്നുണ്ടോ? എന്താടി, നിന്റെ മകൻ ആള് കൊള്ളാമല്ലോ, എന്താ അവനീ കാണിക്കുന്നേ? അപ്പം ചന്ദ്ര ചോദിക്കുക, ആര്? സുധിയോ? അവൻ എന്ത് കാണിക്കാനാ, പാവം. നീ ആ സച്ചിയുടെ കാര്യമായിരിക്കും പറയുന്നതല്ലേ? അവൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയില്ലല്ലോ, മുറിയിൽ തന്നെയുണ്ട്. ആ പൂക്കൾ കെട്ടുന്നവളും അവനും കൂടി കാണിക്കുന്ന കൂത്ത് സഹിക്കാൻ വയ്യൻ്റെ വാമേ. രണ്ടിനെ രണ്ട് വഴിക്കാക്കാൻ വേണ്ടി മാത്രം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നീ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഫലവും ഇല്ല. രേവതിക്ക് പകരം രേവതിയെ പോലെ തന്നെ ആ പൂക്കാരിപ്പെണ്ണ്, വേറൊരു പൂക്കാരിപ്പെണ്ണ് അവിടേക്ക് വരിക. ചന്ദ്ര പറയാ, എന്താ നീ പറഞ്ഞേ? ഇതെന്താ പൂക്കടയോ? പൂക്കെട്ടുന്നവരൊക്കെ കയറി വരാൻ നീ ആരെക്കുറിച്ചായി പറയുന്നേ? നിന്റെ ഇളയ മകനില്ലേ ശ്രീകാന്ത്, അവനാര്? മന്മഥനോ? എന്താടി പ്രശ്നം, നീ പറ. തലയും വാലും ഇല്ലാതെ എന്തൊക്കെയാ നീ പറയുന്നേ? കുറച്ച് നേരം മുമ്പ് ഒരു പെണ്ണിനെയും അവൻ ബൈക്കിൻ്റെ പിന്നിൽ ഇരുത്തി പോകുന്നത് ഞാൻ കണ്ടു. രണ്ടു പേരും വലിയ സന്തോഷത്തിൽ. അവളുടെ ഇരുത്തൊക്കെ ഒന്ന് നീ കാണണമായിരുന്നു. അവനെ ഒട്ടിച്ചേർന്ന് അങ്ങനെ. പെണ്ണ് കാണാൻ എങ്ങനെ? സുന്ദരിയാണോ? ബാമയോട് ചോദിക്കുക ചന്ദ്ര. വലിയ കുടുംബത്തിലെ പെണ്ണാണെന്ന് കണ്ടാൽ പറയോ? അവളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നും നെറ്റിയിലൊന്നും എഴുതി ഒട്ടിച്ചു വെച്ചിട്ടൊന്നുമില്ല. നീ ഞാൻ പറയുന്നത് മുഴുവനൊന്ന് കേൾക്ക്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞതേ ഉള്ളൂ, അവൻ്റെ ബൈക്കിൽ അതാ വേറൊരു പെണ്ണ് പോകുന്നു. അവളെയും കൊണ്ടങ്ങ് കറങ്ങാ. ബാമ അറിയാം. അവളെങ്ങനാ? കാണാൻ സുന്ദരിയാണോ? പണക്കാരിയാണെന്ന് കണ്ടാൽ പറയോ? നീ എന്താടി, മോന് സ്വയംവരം നടത്താൻ പോകുന്നോ? രണ്ടാമത് കണ്ട പെണ്ണ് നിന്റെ വീട്ടിൽ മരുമകളായി വന്നു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമാകും. ആണോ? നിനക്കറിയാം, പേര് ദേവു എന്നാ. ഏത് ദേവു? നിന്റെ മരുമകൾ രേവതിയുടെ അനിയത്തി. അവളോ? അവളെയും കൂട്ടിയിട്ടാണോ അവൻ പോയത്? അതെ, അവളുടെ കയ്യിൽ പൂക്കൂട്ടയും ഉണ്ട്. അവളെയും കൂട്ടി പൂ വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട് വരിക എന്നാ തോന്നുന്നത്. അയ്യോ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെയാണ് നടക്കുന്നത്. ആ അഹങ്കാരിക്ക് എൻ്റെ മകനെ മാത്രമേ കിട്ടിയുള്ളൂ. അവനെ വശീകരിച്ച് വീഴ്ത്തിയതാ. അവൾ അവൻ്റെ പിന്നാലെ കൂടിയപ്പോൾ തന്നെ ഞാൻ കരുതിയതാ എനിക്ക് അപകടം മണത്തതാ. എൻ്റെ വീട്ടിലെ മരുമകളായി വരുമെന്ന് ഈ പൂകെട്ടുന്നവർ മാറി ശബ്ദം എടുത്തിട്ടുണ്ടോ? അവൻ വേറൊരു പെണ്ണിനെയും കണ്ടില്ലേ? ഇങ്ങോട്ട് വരട്ടെ അവൻ. നീ കിടന്ന് തിളക്കാതെ. അപ്പോൾ ചന്ദ്ര പറയാണ്, അവനിങ്ങ് വരട്ടെ, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. അവൻ്റെ ഈ ബന്ധം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ഇനി അവൻ അവളെ കാണില്ല. അപ്പോൾ അവർ വിളിക്കുകയാണ്, ചന്ദ്രേ
ചന്ദ്രേ, ഇന്നത്തെ കാലത്ത് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റായിട്ട് അവർ ചെയ്യുള്ളൂ. അവളെ കാണരുത്, ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെ നീ അവനോട് പറഞ്ഞാൽ നാളെ അവൻ അവളെ കല്യാണം കഴിച്ച് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരും. അയ്യോ, നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവരുടെ ബൈക്കിലുള്ള ഇരിപ്പ് കണ്ടതുകൊണ്ട് ഞാൻ പറയാം. അയ്യോ, അപ്പോൾ ബാമ പറയാ, നീ ഇനി ഇതൊന്നും അറിഞ്ഞ ഭാവമൊന്നും നടിക്കണ്ട. അവനോട് ചോദിക്കാനും പോകണ്ട. പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് അവനെ കൊണ്ടങ്ങ് കെട്ടിക്ക്. അതാ വേണ്ടത്. അവൻ വേറൊരു പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ കറങ്ങുന്നത് നീ കണ്ടായിരുന്നല്ലോ. അവള് പണക്കാരിയാണെങ്കിൽ നമുക്ക് അവളെ ആലോചിച്ചാലോ? ഒന്നും വേണ്ട, നീ വേറൊരു പെണ്ണിനെ കണ്ടെത്ത്. ഞാൻ എവിടുന്ന് കണ്ടെത്താനാ? മലേഷ്യക്കാരി കോടീശ്വരായ ശ്രുതിയെ നീയല്ലേ കണ്ടെത്തിയത്? അതുപോലൊരു കോടീശ്വരയെ നീ ശ്രീകാന്തിന് കണ്ടെത്ത്. മലേഷ്യക്കാരിയെ ഞാൻ നിന്റെ മരുമകളാക്കി. ഇനി അടുത്തത് സിംഗപ്പൂരുകാരിയായാലോ? മതി മതി മതി. നീ പെട്ടെന്ന് തന്നെ നോക്ക്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതിയുടെ അടുത്തേക്ക് ശ്രുതി വന്നിട്ട് ചോദിക്കുകയാണ്, ശ്രുതി, നീ പാർലറിൽ പോകുന്നില്ലേ? പോകണം. നീ എന്താ വല്ലാതിരിക്കുന്നേ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ശ്രുതി? ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണല്ലോ. അതൊക്കെ വീട് ക്ഷമ ചോദിച്ചതോടെ ആ പ്രശ്നം അവസാനിച്ചല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആൻറ്റി സൂക്ഷിച്ചിരുന്ന കാശ് തന്നു അല്ലേ? തന്നിരുന്നു. എന്നിട്ട് ശ്രുതി ഇതെന്താ എന്നോട് പറയാതിരുന്നേ? അത് ഞാൻ മറ്റെന്തൊക്കെയോ ടെൻഷനിൽ ശ്രുതിയോട് പറയാൻ മറന്നു പോയതാ. ശരി, ശ്രുതി എന്നോട് പറയാൻ മറന്നു. ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന ആൻറ്റി അതെങ്ങനെ മറന്നു? അത് അമ്മ പല പല ചിന്തകൾക്കിടയിൽ മറന്നുപോയതാ. അതെ, അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനൊരു അസുഖമുണ്ട്. 1000 2000 ഒക്കെ ആണെങ്കിൽ ചിലപ്പം മറന്നേക്കാം. ഇത്രയും പൈസ, ഇത്രയും വലിയൊരു എമൗണ്ട് മറന്നെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. മാത്രമല്ല അതൊരു വലിയ ഇഷ്യൂ ആയി. രേവതിയുടെ അനിയനാണ് കാശ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് അവനെ പോലീസിൽ ഏൽപ്പിക്കാനും നോക്കി. എന്നിട്ടും ക്യാഷ് ശ്രുതിക്ക് തന്നതാണ് എന്ന് അമ്മക്ക് ഓർമ്മ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ചന്ദ്ര ഇതൊക്കെ മുറിക്ക് പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ശ്രുതി പറയാണ്, ആൻറ്റി എല്ലാ കാര്യത്തിലും കറക്റ്റാ, മെൻ്റലി പവർഫുള്ളാ. അവരെങ്ങനെ പിന്നെ ഇത് മറന്നു? അവിടെയാ എനിക്ക് സംശയം. പിന്നെ ശ്രുതിയുടെ കൈയെടുത്തിട്ട് ശ്രുതി കൂട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിനക്ക് എന്നെ സംശയമുണ്ടോ ശ്രുതി? സച്ചി പറഞ്ഞതുപോലെ ഞാൻ ആ കാശ് മോഷ്ടിച്ചതെന്ന് നീ ഇപ്പോഴും കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ കരുതുന്നൊന്നുമില്ല. ടിക്കറ്റ് കൊണ്ടതിന് ശേഷം സച്ചി ഈ കാര്യം പറയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും മറന്നു എന്ന് പറയുന്നതിലാണ് പന്തികേട്. അല്ല, കാശ് വാങ്ങിയാളും കാശ് കൊടുത്താളും ഒരേ സമയം മറക്കുമോ? ശ്രുതി ചോദിക്കുക. അത് ശ്രുതി രണ്ടുപേരും അതങ്ങ് മറന്നുപോയി. പിന്നെ എന്ത് പറയാനാ? നീ അതങ്ങ് വിട്. ആ പ്രശ്നം അവസാനിച്ചില്ലേ? നീ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? അവൾ അവിടെ നിന്ന് എണീറ്റ് അങ്ങ് പോയി. അപ്പോൾ ആ സമയത്ത് ശ്രുതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ദൈവമേ, ഇവളുടെ മനസ്സിലെ പ്രശ്നം മാറിയില്ലെന്നാണ് തോന്നുന്നത്. ഇവൾക്ക് സംശയം ബാക്കിയാണ്. പ്രശ്നമാവോ? കൃത്യസമയത്ത് ഏജൻസിയിൽ നിന്ന് ആൾ വന്നില്ലായിരുന്നെങ്കിൽ ഇത് പോലീസും കേസും ഒക്കെ ആയി വലിയ പ്രശ്നമായേനെ. പോലീസ് വന്നിരുന്നെങ്കിൽ ശ്രുതി കുടുങ്ങിയേനെ. ഞാനെങ്ങനെ കുടുങ്ങും? ക്യാഷ് ഞാൻ മോഷ്ടിച്ചതല്ലോ. ശ്രുതി ക്യാഷ് മോഷ്ടിച്ചിട്ടില്ല. ആൻറ്റി ക്യാഷ് തന്നത് ശ്രുതിക്കാണല്ലോ. ആൻറ്റി എങ്ങനെ ഈ കാര്യം മറന്നു എന്നറിയില്ല. ശരിക്കും മറന്നത് തന്നെയാണോ അതോ മറന്നു തന്നെയാ? അമ്മ മറന്നു തന്നെയാ? ശ്രുതി മാറ്റി പറയാ. അപ്പോഴേക്ക് ചന്ദ്രിക കഥക് തുറന്ന് അകത്ത് കയറിയിട്ട് പറയാണ്, അതേ മോളെ, ഞാൻ മറന്നു തന്നെയാ, സത്യമായിട്ടും ഞാൻ മറന്നു തന്നെയാ. അല്ലേൻ്റെ ഇത്രയും വലിയ തുക മറന്നത് തന്നെയാ മോളെ. പറഞ്ഞത് ശരിയാ. ഞാൻ മെൻ്റലോ? മെൻ്റലല്ല, മെൻ്റലി ഞാൻ പവറാണെന്നാണ് പറഞ്ഞത്. ശ്രുതി, പക്ഷേ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയില്ല മോളെ. വീട്ടിൽ തന്ന കാശ് ഞാൻ ഷെൽഫിൽ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് ഓർത്തതേയില്ല. ചിലപ്പോൾ ഞാൻ അങ്ങനെയാ. അല്ല ആൻറ്റി, ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ടും ആൻറ്റി ഓർത്തില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് ശരിയാ മോളെ, പക്ഷേ ഞാൻ മറന്നുപോയി. എന്ത് ചെയ്യാനാ, ഈ സച്ചി രേവതി എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണല്ലോ. ഇല്ല, എൻ്റെ ചിന്ത എപ്പോഴും ടെൻഷൻ തന്നെയാ. അതാ ആ കാശിൻ്റെ കാര്യം മറന്നുപോയത്. ശ്രുതി എന്തോ ആലോചനയിലാണ്. അപ്പോൾ അമ്മയും മകനും പരസ്പരം നോക്കാണ്. രേവതിയുടെ അനിയൻ വന്നു പോയില്ലേ മോളെ? ആ സമയത്ത് പണവും കാണാതായിപ്പോയി. അതാ പെട്ടെന്ന് അവനെ സംശയിച്ചത്. കാശ് ഇവന് കൊടുത്ത കാര്യം ഞാൻ മറന്നേ പോയി. ശ്രുതിക്ക് ആൻറ്റി കാശ് കൊടുത്ത കാര്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ പ്രശ്നമൊന്നും ആവില്ലായിരുന്നു. അതെ, പറയണമായിരുന്നു. അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാ. ശമ്പളം കിട്ടാൻ കുറച്ച് ലേറ്റാവും. ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് തരണോ? ക്യാഷില്ല എന്ന് അമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തതാ മോളെ.
എൻ്റെ സ്വന്തം ക്യാഷിന് ശ്രുതിയും കൂട്ടി പോകണം എന്നാ ആഗ്രഹിച്ചത്. ശമ്പളം ലേറ്റാവും, അതുകൊണ്ടാ. അത് നടക്കില്ല എന്നവൻ എന്നോട് പറഞ്ഞു മോളെ. അങ്ങനെയല്ലടാ നീ എന്നോട് പറഞ്ഞത്? ആ അതെ അതെ. ശ്രുതിയോട് ഇക്കാര്യം പറയണ്ട. ശമ്പളം കിട്ടിയ കാശിനാ ടിക്കറ്റ് എടുത്തതെന്ന് ശ്രുതിയോട് പറഞ്ഞാൽ മതി. ഞാനാ അവനോട് പറഞ്ഞത്. നിനക്ക് വിഷമാവണ്ട എന്ന് കരുതിയാ മോളെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. എന്നാലും ഒന്നുമില്ല മോളെ. ഇനി നീ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. നമുക്ക് വേറെ എന്തൊക്കെ ആലോചിക്കാൻ കിടക്കുന്നു. മോളിവിടെ ഇരിക്ക്. ഞാൻ പോയി ABCD ജ്യൂസ് എടുത്തിട്ട് വരാം. ശ്രുതി പറയാണ്. അപ്പോൾ ശ്രുതി, അമ്മേ ABCD ജ്യൂസ് അല്ല അമ്മേ, ABC ജ്യൂസ്. ആ അതെങ്കിൽ അത് ഞാൻ എടുത്തിട്ട് വരാം മോളെ. എന്നാലും ശ്രുതിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തോ സംശയം ഉണ്ട്. പിന്നെ നമ്മളെ സച്ചി വന്നിട്ടാണുള്ളത്. സച്ചി വന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. എല്ലാവരും ഒന്നിങ്ങോട്ട് വരുമോ? വീൽ അടച്ചിരിക്കാതെ ഒന്നിങ്ങോട്ട് വാ, എല്ലാവരും ഒന്ന് വാ. അപ്പോഴേക്കും രേവതി വന്നിട്ട് പറയാണ്, സച്ചിയേട്ടാ എന്തിനാ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നത്? ഉണ്ട് കൂ, എല്ലാവരും ഒന്ന് വാ. പിന്നെയും ചോദിക്കാണ് രേവതി, എന്താ സച്ചിയേട്ടാ എല്ലാവരും വാ. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയാണ്, നീ എന്താ കുറുക്കനാ? നീ എന്തിനാ ഇങ്ങനെ ഒരിടുന്നേ? അപ്പോഴേക്കും ശ്രുതി അതും മേലേന്ന് വന്നു. നിങ്ങൾ കുറുക്കൻ, സൂത്രശാലി, അത് ഞാനല്ല. അപ്പോഴേക്കും അച്ഛനും എത്തി. അച്ഛൻ പറയാണ്, എടാ എന്താ നിന്റെ പ്രശ്നം? നീ എന്തിനാ ഇങ്ങനെ എല്ലാവരെയും വിളിച്ചു നോക്കുന്നേ? ഈ വീട്ടിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. ചുമ്മാ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ മനസ്സമാധാനം തകർക്കുക. അച്ഛൻ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് എണ്ണി നോക്ക്. എത്ര എണ്ണിയാലും തീരത്തില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. നീ ആരും പ്രശ്നം ഉണ്ടാക്കരുത്. അല്പം അച്ഛൻ പറയാണ്, ഇത് പറയാണോ നീ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്? ശ്രുതി ചോദിക്കാണ്, എടാ വട്ടാണോ നിനക്ക്? എടാ വട്ട് നിനക്ക്. ഇവിടുത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം നീയാ. ദേ സച്ചി, ഇപ്പം തന്നെ നോക്ക്, ഇവിടെയും കൂട്ടി ആൻഡമാനിൽ പോകാനുള്ള നിന്റെ ദുരാഗ്രഹം കാശ് കാണുന്നില്ല എന്ന പ്രശ്നത്തിന് കാരണം. നിനക്ക് ആൻഡമാനിൽ പോകുന്നതാണോ മുഖ്യം? ആൻഡമാനിൽ പോകുന്നത് ഞങ്ങളുടെ ഇഷ്ടം. നീ എന്തിനാ പറയുന്നത്? ശ്രുതി പറയാ. നീ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ? അപ്പോൾ ശ്രുതി പറയാ, എൻ്റെ അച്ഛൻ്റെ കാശ് കൊണ്ടല്ലേ പോകുന്നേ, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. ഇവൻ്റെ കയ്യിൽ സ്വന്തമായിട്ട് സമ്പാദിച്ച 10 രൂപ പോലും ഇല്ല, എന്നിട്ടും ആൻഡമാനിൽ പോകണം അത്രേ. ആൻഡമാനിൽ. അത് കേട്ട് ചന്ദ്ര പറയാണ്, അവർ പോട്ടെ, നിനക്കെന്തിനാ വേറൊരിച്ചിൽ? വേണമെങ്കിൽ നിങ്ങളും പോ. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് പുറത്തൊന്നും പോകാൻ കഴിയില്ലല്ലോ. ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ. കേരളത്തിൽ തന്നെയുള്ള ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ ഒക്കെ ചെന്ന് കറങ്ങി കപ്പലാണ്ടിയോ ഐസോ വാങ്ങി കഴിച്ചിട്ട് വാ. കേട്ട് ശ്രുതി ചിരിക്കുക, അല്ല സച്ചി ചിരിക്കുക. ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ച് വലിയ ആളായോ? സ്റ്റാൻഡേർഡ് കൂടുവോ? അത് വിട്. എന്നിട്ട് അച്ഛനോട് ചോദിക്കാണ്, അച്ഛൻ കല്യാണം കഴിച്ചപ്പോൾ ഹണിമൂണിന് പോയായിരുന്നോ? ശനിമൂൺ അല്ലടാ, ഹണിമൂണ്. അതുപോലും അറിയില്ല. നിങ്ങളല്ലേ അച്ഛൻ്റെ ഒപ്പം പോകുന്നത്, അതുകൊണ്ടാ ശനിമൂൺ എന്ന് പറഞ്ഞത്. പിന്നെയും ചോദിക്കുക, അച്ഛാ ഹണിമൂണിന് പോയായിരുന്നു അച്ഛാ? എവിടെ? അങ്കിള് ആൻറ്റിയെയും കൊണ്ട് എവിടെയും പോയിട്ടില്ലേ? ശ്രുതി ചോദിക്കുക. നല്ല ആളോട് തന്നെയാണ് ചോദിക്കുന്നത്. ചന്ദ്ര പറയാം, കല്യാണം കഴിച്ച് അന്ന് രാത്രി തന്നെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ബസ് ഓടിക്കാൻ പോയതാ. കല്യാണം കഴിഞ്ഞ് ഇന്നേ വരെ എന്നെ ഒരു സ്ഥലത്തും കൊണ്ടുപോയിട്ടില്ല. എന്നെയും കൂട്ടി പോകുന്നതിനേക്കാൾ സന്തോഷമോ യാത്രക്കാരെയും കൂട്ടി ബസ് ഓടിക്കുന്നതാ. എൻ്റെ ശ്രുതി ചോദിക്കുകയാണ്, അച്ഛാ അപ്പോൾ ഹണിമൂണിന് എവിടെ പോയിട്ടില്ല? അടുത്തുള്ള മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ ഇവിടെയൊന്നും പോയിട്ടില്ല? എന്നോട് പറയാ, ഞാൻ ഓടിക്കുന്ന ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയിരുന്നോന്ന്. വലിയ ദൂരമുള്ള ഓട്ട, പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിക്കാം എന്ന്. ചന്ദ്രേ, അങ്ങനെ പറയരുത്. എൻ്റെ ഗ്രാമത്തിൽ കൂട്ടിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ നീ വന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു ഗ്രാമം പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കണ്ട. അപ്പോൾ സച്ചി വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ അച്ഛൻ ഹണിമൂണിന് പോയിട്ടില്ല അല്ലേ? ഇല്ലടാ, പോയിട്ടില്ലടാ. രേവതി, നിനക്ക് ഹണിമൂണിന് പോകണോ? അപ്പോൾ രേവതി പറയാണ്, അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതിരിക്കുമോ? നമ്മൾ ഇതുവരെ എങ്ങും പോയിട്ടില്ലല്ലോ. ഓ, അപ്പം നിനക്കും പോകണം. ഓ അപ്പം ശരി, ഒന്നിച്ച് ആൻഡമാനിലേക്ക് പോകാം. എടാ ശ്രുതി, എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്ക്. ഞാനോ? എല്ലാവരും കൂടെ പോകാനോ? എന്താ എല്ലാവരും ഒന്നിച്ച് പോയാൽ? അപ്പം ചന്ദ്ര, ഹണിമൂണിന് അവർ രണ്ടുപേരും പോകുന്നത്, അല്ലാതെ ഉത്സവം കാണാനല്ല. എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ. അപ്പോൾ സച്ചി, അച്ഛാ എല്ലാം കൂടെ 51 ലക്ഷം ഇവൻ്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മളെ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ അച്ഛാ. ഇനി നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആരും ആൻഡമാനിൽ പോകുന്നില്ല. സച്ചി വേണ്ടടാ, എന്തിനാ നീ? വേണം, ക്യാഷ് അച്ഛൻ്റെയാ. അതുകൊണ്ട് ഇവന് മാത്രം ജോലി അടിച്ച് അങ്ങനെ കറങ്ങണ്ട. അത് പറ്റില്ല, എല്ലാവർക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ അച്ഛാ. കുടുംബത്തോടെ നമുക്ക് പോയിട്ട് വരാം. എനിക്കും ആൻഡമാൻ കാണണം. ഓ ശ്രുതി പറയാണ്, ഇവൻ എന്തായി പറയുന്നേ?
അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, നീ എന്തിനാ ആൻഡമാനിൽ പോകാൻ ചെയ്യുന്നേ? കുടിച്ചു കൂത്താടാനോ? ഇവൻ എന്തിനാണോ പോകുന്നത് അതിന് തന്നെ ഞാനും പോകുന്നത്. അച്ഛൻ്റെ കാശ് കൊണ്ട് ഞങ്ങൾ ഹണിമൂണിന് പോകുന്നതാണല്ലോ നിൻ്റെ പ്രശ്നം. ഞങ്ങൾ ആ ക്യാഷ് തിരിച്ചു തന്നോളാം. എനിക്ക് കിട്ടുന്ന സാലറിയും സുധിയുടെ സാലറിയും ഒക്കെ ചേർത്ത് തിരിച്ചു തന്നേക്കാം. സുധിക്ക് 2-3 ദിവസത്തിനകം സാലറി കിട്ടും. ഈ മാസം 10-ാം തീയതി അല്ലേ സാലറി സുധിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത്? സുധി എന്തോന്നും പറയാത്തേ? അതെ, 10-ാം തീയതി സാലറി കിട്ടും. അമ്മയെ നോക്കിയിട്ട് പറയാണ്, കിട്ടും. ചന്ദ്ര മനസ്സ് തീരുമാനിക്കുക, ഇവൻ പെട്ടു. എങ്ങനെ ഇവനെ ഒന്ന് രക്ഷപ്പെടുത്തും? അതിന് 10-ാം തീയതി അവന് ശമ്പളം കിട്ടണ്ടേ തരാൻ? അത് കേട്ടെല്ലാവരും ഞെട്ടുക. ശ്രുതിയെ നോക്കുകയാണ്. സച്ചി എന്താ പറയാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ പുതിയ ഭാഗവും പുതിയ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.